തമിഴ്നാട് അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുമതലക്കാരെ പ്രഖ്യാപിച്ച് ബി.ജെ.പി. തമിഴ്നാട്ടിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനാണ് തെരഞ്ഞെടുപ്പിന് പ്രധാന ചുമതല. കേന്ദ്രമന്ത്രിമാരായ അർജുൻ റാം മേഘ്വാൾ, മുരളീധർ മൊഹോൾ എന്നിവർക്ക് സഹ ചുമതലയും നൽകിയിട്ടുണ്ട്. അസമിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ചുമതലക്കാരെ ബി.ജെ.പി. നിയോഗിച്ചു. ബൈജയന്ത് പാണ്ഡ എം.പിക്കാണ് ചുമതല. വിവരങ്ങൾ നന്ദഗോപൻ നൽകും. നന്ദൻ പറയും. ഇറാഖി ഇപ്പോൾ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ സംസ്ഥാനത്ത്, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനത്താണ് ഇപ്പോൾ പ്രഭാരിമാരെ നിശ്ചയിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പീയൂഷ് ഗോയലാണ് ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിന്റെ ഇലക്ഷൻ ഇൻചാർജായി നിയമിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇലക്ഷൻ കോ ഇൻചാർജായി അർജുൻ റാം മേഘ്വാളിനെയും നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റൊരാളും മുരളീധർ മൊഹോളും ഇതുമായി ബന്ധപ്പെട്ട ഇലക്ഷന്റെ കോ ഇൻചാർജായി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിലവിൽ ബി.ജെ.പിക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് വിലയിരുത്തലുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് തിരുപ്പുറംകുണ്ട്രം വിഷയമടക്കം വലിയ രീതിയിൽ തമിഴ്നാട്ടിൽ ചർച്ച ചെയ്യുന്നുണ്ട്. തിരുപ്പുറംകുണ്ട്രത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി DMK സർക്കാർ കൂടുതലായും അവർക്ക് അനുകൂലമായ രീതിയിൽ തിരുപ്പുറംകുണ്ട്രം തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് എഴുതി നൽകിയ ഒരു സാഹചര്യം ബി.ജെ.പി. പൂർണ്ണമായും സംസ്ഥാനത്ത് ചർച്ചയാക്കുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ ഇത് സംബന്ധിച്ച് ഉയരുന്നുണ്ട്. ദേശീയ തലത്തിലടക്കം ഇത് ചർച്ചയായിട്ടുണ്ട്. ലോക്സഭയിലടക്കം ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. ഇത്തരമൊരു സാഹചര്യം അത് ബി.ജെ.പിക്ക് എന്തുകൊണ്ടും അനുകൂലമാണ് എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുതിർന്ന നേതാക്കളെ ഇപ്പോൾ ഇലക്ഷന്റെ ഇൻചാർജായും അതേപോലെ തന്നെ കോ ഇൻചാർജുകളായും നിയമിച്ചിട്ടുള്ളത്. കൊമേഴ്സ് ഇൻഡസ്ട്രി മിനിസ്റ്റർ പീയൂഷ് ഗോയലാണ് ഇലക്ഷന്റെ ഇൻചാർജ്. ഒപ്പം തന്നെ ലോ ആൻഡ് ജസ്റ്റിസ് പാർലമെന്ററി അഫയേഴ്സ് മന്ത്രി അർജുൻ റാം മേഘ്വാളിനെ ഇലക്ഷൻ കോ ഇൻചാർജായി നിശ്ചയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സിവിൽ ഏവിയേഷൻ കോർപ്പറേഷൻ സഹമന്ത്രിയായിട്ടുള്ള മുരളീധർ മൊഹോളിനെയാണ് മറ്റൊരു കോ ഇൻചാർജായി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മൂന്ന് പേരും കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെട്ടതാണ്. മൂന്ന് പേരും കൃത്യമായ പ്രവർത്തനങ്ങൾ, അതായത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടതാണ്. കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അവർ കൃത്യമായ അവരുടെ കഴിവുകൾ നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് മുതിർന്ന മന്ത്രിമാരെയും ഈ തമിഴ്നാടിന്റെ ഇലക്ഷൻ ഇൻചാർജായും അതേപോലെ തന്നെ കോ ഇൻചാർജുമാരുമായും നിയമിക്കപ്പെട്ടത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ മികച്ച പ്രകടനം ഇവരുടെ നേതൃത്വത്തിൽ കാഴ്ചവെക്കാൻ കഴിയുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നിയമനം ഉണ്ടായിരിക്കുന്നത്.